സത്യഭാമയെ തള്ളി കലാമണ്ഡലം. സത്യഭാമയുടെ അധിക്ഷേപങ്ങളെ തള്ളി കലാമണ്ഡലം. പൂർവ്വ വിദ്യാർത്ഥി എന്നതിലുപരി സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇത്തരം വ്യക്തികൾ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് അപമാനകരമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? ദൃശ്യ, ഈ സത്യഭാമയുടെ പരാമർശങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കലാമണ്ഡലം പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത്. സത്യഭാമയുടെ പ്രസ്താവന ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണെന്നും ആ നിലപാടുകൾ പൂർണ്ണമായും നിരാകരിക്കുകയും അതോടൊപ്പം അപലപിക്കുകയും ചെയ്യുകയാണെന്നും കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ രജിസ്ട്രാറും ഒപ്പിട്ടിട്ടുള്ള ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. സത്യഭാമയ്ക്കൊപ്പം കലാമണ്ഡലം എന്ന പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു അധിക്ഷേപം, അതായത് നിറത്തിന്റെ പേരിലും ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപവും ഒക്കെ സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കേരളമൊട്ടാകെ തന്നെയുള്ള സാംസ്കാരിക രംഗത്തും അതുപോലെ സാമൂഹിക സിനിമാ രംഗത്തുമുള്ള പ്രമുഖർ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കലാമണ്ഡലം തന്നെ സത്യഭാമയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഈ നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നാണ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. ഇതിൽ തന്നെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ രാജേഷ് കുമാർ പിയും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനുമാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും കേരള കലാമണ്ഡലം കൂടെ തള്ളിയതോടെ സത്യഭാമയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. വലിയ ധാർഷ്ട്യമായിട്ടാണ് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാമർശവും ഈ കേരള ജനതയൊക്കെ ഒന്നായി തന്നെ ഈ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. കാരണം ഇത്തരമൊരു കലാരൂപത്തിൽ അത് സ്ത്രീകൾക്കും അതും സൗന്ദര്യമുള്ളവർക്ക് മാത്രം ഈ കലാരൂപത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്നുള്ള ഒരു പരാമർശം, അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഈ നിറത്തിന്റെ പേരിലുള്ള ഒരു അവഗണന, ഇതൊക്കെ തന്നെ ഈ RLV രാമകൃഷ്ണൻ അടക്കം വലിയ വിഷമത്തിലാക്കിയത് തന്നെയാണ്, വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കലാമണ്ഡലവും ഇവരുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ദൃശ്യ മനോജാണ് വിവരങ്ങൾ നൽകിയത്.